എല്ലാവർക്കും വിനയം നിറഞ്ഞ കൂപ്പുകൈ. ഈ കലിയുഗത്തിൽ ഈശ്വരാരാധന തന്നെയാണ്, അല്ലെങ്കിൽ നാമജപം തന്നെയാണ് അവശ്യമായ ഘടകം. സകല ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള ഏക മാർഗം ഭക്തിമാർഗമാണ്. മറ്റേതു മാർഗങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ഭക്തിമാർഗം. ശ്രീമദ് ശങ്കരാചാര്യരാൽ രചിക്കപ്പെട്ട സൗന്ദര്യലഹരി എന്ന കൃതി ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയതാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. വായിച്ചിട്ടില്ലെങ്കിലും സൗന്ദര്യലഹരി എന്ന കൃതി എന്ന് കേൾക്കാത്തവർ വളരെ വിരളമായിരിക്കും. സൗന്ദര്യലഹരിയിൽ 100 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഓരോ ശ്ലോകങ്ങളും മന്ത്രാക്ഷര നിബിഡമാണ്. ഈ ഗ്രന്ഥത്തിന്റെ നിത്യപാരായണം വരാനിരിക്കുന്ന ദോഷങ്ങളെ അകറ്റുമെന്നതാണ് വസ്തുത. പാരായണം ചെയ്യാത്തവർക്ക് ഇതിലെ ശ്ലോകങ്ങൾ നിത്യം കേൾക്കുന്നത് ഗുണകരമാണ്. പാരായണം ചെയ്യുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ ഗൃഹത്തിൽ സകല ഐശ്വര്യങ്ങളും കടന്നു വരുന്നതോടൊപ്പം ദേവി മഹാമായയുടെ രക്ഷാകവചം ഗൃഹത്തിനുണ്ടാകും, തീർച്ച. അതിൽ ആദ്യത്തെ ശ്ലോകം ഞാൻ ആലപിക്കുകയാണ് ഭക്തിപൂർവം ജനസമക്ഷത്തിലേക്ക്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശിവശക്രിയായുക്തോ യദി ഭവതി ശക്ര പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. അല്ലയോ ആദിപരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുര സുന്ദരി, സർവമംഗളകാരകനായ പരമശിവൻ ശക്തി സ്വരൂപിണിയായ നിന്തിരുവടി സമേതനായി ഭവിക്കുന്നുവെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് ശക്തനായി തീരുന്നു. ആ സദാശിവൻ അപ്രകാരം സമേതനായി ഭവിച്ചില്ലായിരുന്നെങ്കിൽ ബ്രഹ്മാവിഷ്ണു രുദ്രാദികളാലും ആരാധ്യയായ നിന്തിരുവടിയെ നമസ്കരിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനും ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്ത ഒരുവൻ എപ്രകാരം സംഭവ്യമാകും? ഇച്ഛാശക്തിയെ ആശ്രയിച്ച ഈശ്വരനാകുന്നു ശിവൻ. ശിവശബ്ദം 4 ശിവചക്രങ്ങളെയും ശക്തിശബ്ദം 5 ശക്തിചക്രങ്ങളെയും ഉദ്ധരിക്കുന്നു. ഈ ശ്രീചക്രത്തിൽ നിന്ന് തന്നെ ജഗതുൽപത്തി. ശിവശക്തികൾക്ക് പതിപത്നി ന്യായമനുസരിച്ച് ഭാര്യയായ ശക്തിയോട് പതിയായ സദാശിവൻ ചേർന്നുവെങ്കിൽ മാത്രമേ പ്രപഞ്ച സന്താനത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ശക്തനാകുന്നുള്ളൂ. ശിവശക്തിയായുക്തോ യദി ഭവതി ശക്ര പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി.